ഹലോ ഫ്രണ്ട്സ്, എല്ലാവരും സുഖമായിരിക്കുന്നോ? നമുക്കിന്ന് ക്രീം ഒന്നും ചേർക്കാതെ നല്ല കുറിയൊരു ചിക്കൻ സ്റ്റ്യൂ ഉണ്ടാക്കി നോക്കാം. അതിലേക്കായി ഒരു പാൻ അടുപ്പത്ത് വെച്ച് അതിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. ഇനി നമുക്ക് വേണ്ടത് കുറച്ച് ഹോൾ സ്പൈസസ് ആണ്. അതാണ് സ്റ്റ്യൂവിൽ മെയിൻ ആയിട്ട് വരുന്ന ഒരു മൈൽഡ് ഫ്ലേവർ വരുന്നത് തന്നെ ഹോൾ സ്പൈസസിന്റെയാണ്. ഞാനിവിടെ കറുവപ്പട്ട, ഏലക്ക, ഗ്രാമ്പു, കുരുമുളക് ഇത്രയാണ് എടുത്തിരിക്കുന്നത്. ഒരു 3-4 ഗ്രാമ്പു, 2-3 ഏലക്ക, 2 ചെറിയ കഷ്ണം കറുവപ്പട്ട, പിന്നെ കുറച്ച് കുരുമുളക് അതിട്ട് ഒന്ന് പൊട്ടി വരണം. എന്നാൽ കരിഞ്ഞു പോകരുത്. ഈ സമയത്ത് ഫ്ലെയിം വളരെയധികം ശ്രദ്ധിക്കുക. അത് മൂത്ത് നല്ലൊരു മണം വരുമ്പോൾ നമുക്കതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി ചേർത്ത് ഒന്ന് വഴറ്റിയെടുക്കാം. അതിന്റെ പച്ചമണം മാറണം. ഞാനിവിടെ 1/2 കിലോ ചിക്കൻ എടുത്തിരിക്കുന്നത്. ബോൺലെസ് ആണ്. അതിന് വേണ്ടിയിട്ട് ഞാൻ ഓരോ ടേബിൾ സ്പൂൺ വീതം ഇഞ്ചിയും വെളുത്തുള്ളിയും ചേർക്കുന്നുണ്ട്. അതിന്റെ പച്ചമണം വരുന്നവരെ നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. ഒത്തിരി മൂത്തൊന്നും പോകേണ്ട ആവശ്യമില്ല. ഇപ്പൊ ഇഞ്ചിയും വെളുത്തുള്ളിയും എല്ലാം നന്നായിട്ടൊന്ന് മൂത്തു. അതിലേക്ക് ഞാൻ കുറച്ച് കറിവേപ്പിലയും കൂടെ, ഫ്രഷ് കറിവേപ്പിലയാണ് ഇട്ട് കൊടുക്കുന്നത്. അതുകൂടെ ഒന്ന് വഴണ്ട് വരുമ്പോൾ അതിലേക്ക് 2 സവാള ക്യൂബ്സ് ആയി അരിഞ്ഞത് ചേർത്ത് സവാളയെല്ലാം ഒന്ന് നിറം മാറി വരുന്നവരെ ഒന്ന് വഴറ്റാം. സവാളയൊക്കെ ഒന്ന് വാടി വരുമ്പോൾ നമുക്കതിലേക്ക് ക്യാരറ്റും ഉരുളക്കിഴങ്ങും, ഞാനൊരു ചെറിയ ക്യാരറ്റും വലിയൊരു ഉരുളക്കിഴങ്ങും, പിന്നെ എരിവിനായി നല്ല എരിവുള്ള 2 പച്ചമുളകാണ് എടുത്തിരിക്കുന്നത്. എരിവ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള അനുസരിച്ച് ക്രമീകരിക്കുക. ഇതെല്ലാം കൂടെ ഒന്ന് വാടി വരുന്നവരെ വഴറ്റാം. എൻ്റെ പച്ചക്കറികളെല്ലാം അത്യാവശ്യം ഒന്ന് മൂത്ത് വരുന്നുണ്ട്. അതിലേക്ക് ഞാൻ ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. ഉപ്പ് നമുക്ക് ആദ്യം കുറച്ച് ചേർക്കാം, പിന്നീട് ആവശ്യമുണ്ടെങ്കിൽ രണ്ടാമത് ചേർക്കാം. ഇതെല്ലാം ഒന്ന് ജസ്റ്റ് ഒന്ന് വഴണ്ട് വരുമ്പോഴേക്കും നമുക്ക് ഇതിലേക്ക് ആവശ്യമുള്ള പൊടികൾ ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ മല്ലിപ്പൊടി മാത്രമേ ചേർക്കുന്നുള്ളൂ. ഇത് വെളുത്ത കളറിലെ സ്റ്റ്യൂ ആണ് ഉണ്ടാക്കുന്നത്, അതുകൊണ്ട് മഞ്ഞൾപ്പൊടി ഒന്നും തന്നെ ചേർക്കുന്നില്ല. മല്ലിപ്പൊടിയും ചേർത്ത് നന്നായിട്ടൊന്ന് മൂക്കണം. ഞാനിവിടെ 2 ടീസ്പൂൺ മല്ലിപ്പൊടി ചേർക്കുന്നുണ്ട്. അതോടെ ചേർത്ത് ആ പൊടിയുടെ പച്ചമണം ഒന്ന് മാറുന്നവരെ നമുക്ക് നന്നായിട്ട് വഴറ്റിയെടുക്കാം. അതിന്റെ മല്ലിപ്പൊടിയുടെ പച്ചമണം എല്ലാം മാറി വരുമ്പോഴേക്കും നമുക്കിതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ചിക്കൻ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ബോൺലെസ് ആയുള്ള ചിക്കൻ എടുത്തിരിക്കുന്നത് 1/2 കിലോ. അതോടെ ചേർത്ത് ചിക്കൻ്റെ ഒരു കളർ മാറുന്നവരെ ഒന്ന് വഴറ്റി കൊടുക്കണം. ചിക്കൻ എല്ലാം പിങ്ക് കളറെല്ലാം ഒന്ന് മാറി ഒരു വൈറ്റ് കളറിൽ വരും. അതുവരെ ഒന്ന് വഴറ്റി കൊടുക്കണം. ഈ സമയത്ത് നമുക്ക് തീ കൂട്ടി വെക്കാം. എല്ലോട് കൂടിയ ചിക്കനും ചേർക്കാം കേട്ടോ. ഞാനിവിടെ മകന് വേണ്ടി ഉണ്ടാക്കുന്നതുകൊണ്ട് അവന്റെ എളുപ്പത്തിനാണ് ബോൺലെസ് എടുത്തിരിക്കുന്നത്. ചിക്കൻ്റെ കളർ ഒന്ന് മാറി വരുമ്പോഴേക്കും നമുക്ക് തേങ്ങാപ്പാൽ റെഡിയാക്കാം. ഞാൻ അരമുറി തേങ്ങ എടുത്തിട്ടുള്ളൂ. അരമുറി തേങ്ങയുടെ 1-ാം പാലും 2-ാം പാലും റെഡിയാക്കി വെച്ചിട്ടുണ്ട്. കണ്ടോ, ചിക്കൻ്റെ കളറെല്ലാം ഒന്ന് മാറിയിട്ടുണ്ട്. നമുക്കിതിലേക്ക് 1-ാം പാല് മാറ്റി വെച്ചിട്ട് 2-ാം പാല്, അതായത് നേർത്ത പാല് ഒഴിച്ച് നമുക്ക് ഇത് വേവിക്കണം. ഈ ചിക്കനും പച്ചക്കറികളും വേവുന്നത് 2-ാം പാലിലാണ്, അതായത് നേർത്ത പാലിലാണ് വേവുന്നത്. ഇനി നമുക്ക് പാൻ അടച്ച് വെച്ച് നല്ല തീയിൽ ഈ ചാറെല്ലാം ഒന്ന് വറ്റിച്ച് ചിക്കൻ വേവിച്ചെടുക്കാം. ഇത് കണ്ടില്ലേ, നമ്മുടെ ചാറെല്ലാം നന്നായി വറ്റി വന്നിട്ടുണ്ട്. അതുപോലെ ചിക്കൻ നന്നായിട്ട് വെന്തു. അതിലേക്ക് ഇനി നമ്മൾ ആദ്യം റെഡിയാക്കി വെച്ചിരിക്കുന്ന 1-ാം പാല്, നല്ല കുറുകിയ തേങ്ങാപ്പാൽ ഒഴിച്ച് ഇനി നമുക്ക് തീയൊക്കെ ഓഫ് ചെയ്യാം. ഇത് ആ കറിയുടെ ചൂടിൽ മാത്രം ഒന്ന് സെറ്റായാൽ മതി. കാരണം ഇനിയും ചൂടാക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പാല് പിരിഞ്ഞു പോകും. ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ടത് 1/2 ടീസ്പൂൺ ഗരം മസാലയും 1 ടീസ്പൂൺ കുരുമുളക് ചതച്ചുമാണ്. അതോടെ ചേർത്ത് അടച്ചു വെച്ചാൽ മതി. നമ്മുടെ കറി അവിടെ ഇരുന്ന് സെറ്റ് ആയിക്കോളും. നിങ്ങൾ ഇനി വേറെ തീയൊന്നും കത്തിക്കണ്ട. ഇത് കുഞ്ഞുങ്ങൾക്കും വലിയവർക്കും ഒക്കെ ഒത്തിരി ഇഷ്ടപ്പെടും. അപ്പത്തിന്റെയും ചപ്പാത്തിക്കും ഒന്നും വേറെ കറിയെ ഇനി അന്വേഷിക്കേണ്ട. അതുപോലെ നമ്മുടെ ബ്രെഡ് നമ്മളൊന്ന് സ്റ്റീം ചെയ്തെടുത്തിട്ട് ഈ കറിയും കൂട്ടി ഒന്ന് കഴിച്ചു നോക്കിയാൽ അത്രയ്ക്ക് ടേസ്റ്റ് ആണ്. നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. വളരെ ഈസിയാണ് ഈ റെസിപ്പി. ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്സ് അറിയിക്കണം കേട്ടോ. നമ്മുടെ ചാനലും വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്ത് ചാനലിലൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം കേട്ടോ. അതുപോലെ നോട്ടിഫിക്കേഷൻസ് കറക്റ്റായിട്ട് കിട്ടാൻ ആ ബെല്ലൈക്കണോട് കൂടെ ഒന്ന് പ്രസ് ചെയ്തേക്കണേ. അപ്പൊ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കത്തില്ലേ? ഇത് കണ്ടില്ലേ, നമ്മുടെ സ്റ്റൂവിന്റെ ആ ടെക്സ്ചർ കണ്ടില്ലേ, നല്ല കുറുകിയ ചാറോട് കൂടി അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട്.